ഇക്കുറി സംസ്ഥാന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് LDF-ൽ നിന്ന് തന്നെ സമ്മർദ്ദം ശക്തമായി. പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ജനുവരി മാസം 25-ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായക ഉത്തരവ് വരാനിരിക്കെ കേന്ദ്രത്തിനെതിരെ കേരളം കോടതിയെ സമീപിച്ചത് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച 2500 കോടി രൂപയുടെ വായ്പാ അനുമതി തള്ളുന്നതിന് കാരണമായി. 2 മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യാനിരിക്കുന്ന സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയായി ഇരിക്കുകയാണ്. വായ്പാ അനുമതി കേന്ദ്രം തള്ളിയെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നികുതി വിഹിതം ഈ ആഴ്ചയിൽ ലഭിക്കുന്നത് സർക്കാരിന് വളരെ ആശ്വാസകരമായിരിക്കും. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് 2 ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും 7500 കോടി രൂപ മാത്രമാണ് പിരിച്ചെത്തിയത്. ഇതിന് ഒരു മാസത്തെ പെൻഷൻ തുക പോലും നൽകാൻ കഴിയുകയില്ല. 900 കോടി രൂപയെങ്കിലും ഒരു മാസത്തെ പെൻഷൻ തുക വിതരണത്തിനായി വേണ്ടി വന്നേക്കും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടണം എന്ന ആവശ്യം CPM-ൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധനവ് കൊണ്ട് ഒരു പരിധിവരെ കഴിയും എന്ന വിലയിരുത്തലിലാണ്. ആയതിനാൽ തന്നെ പെൻഷനിൽ 100 രൂപയുടെ വരവ് വരുത്തി 1600 രൂപ എന്നുള്ളത് 1700-ലേക്ക് എത്തിക്കും എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുകയുടെ വിതരണത്തിനായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 3.5 ലക്ഷത്തോളം വരുന്ന അനർഹരായ ആളുകളെ കണ്ടെത്തിയ സാഹചര്യത്തിൽ 48 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം എത്തിച്ചേരുക. ജനുവരി മാസം 25-ന് പുറത്തു വരാൻ പോകുന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസത്തെ വിതരണം ഭാഗികമായി മാത്രം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.